ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധിയുടെ വെളിച്ചത്തിൽ ഞങ്ങൾ തിരുത്തും എന്ന് CPM ഉച്ചത്തിൽ പറയുമ്പോഴും എന്നെ തല്ലണ്ട അമ്മാവ ഞാൻ നന്നാവില്ല എന്ന മട്ടിലുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. ജൂലൈ 2-ന് കൊയിലാണ്ടിയിലെ ഗുരുദേവ കോളേജിൽ നടന്ന SFI തേർവാഴ്ച തന്നെ ഒന്നാം തരം ഉദാഹരണം. പണ്ടൊക്കെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലായിരുന്നു ഏറ്റുമുട്ടലെങ്കിൽ ഇപ്പോൾ അധ്യാപകരാണ് മർദ്ദിക്കപ്പെടുന്നത്. പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽ കയറി അദ്ദേഹത്തെയും ഒപ്പമുണ്ടായിരുന്ന അധ്യാപകനെയും മർദ്ദിക്കുക, മർദ്ദനമേറ്റ അധ്യാപകനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് തടയുക, കൊലവിളി ഉയർത്തി പ്രകടനം നടത്തുക, പ്രിൻസിപ്പാൾ ഇനി രണ്ടുകാലിൽ ക്യാമ്പസിൽ പ്രവേശിക്കില്ലെന്ന് വെല്ലുവിളിക്കുക, ക്യാമ്പസിൽ വന്നാൽ തിരിച്ചുപോകാൻ 2 ആംബുലൻസ് മതിയാവില്ല എന്ന് ഭീഷണിപ്പെടുത്തുക. CPMന്റെ വിദ്യാർത്ഥി സംഘടനയായ SFI ശരിക്കും വിദ്യാർത്ഥി സംഘടനയോ അക്രമിക്കൂട്ടമോ എന്ന സന്ദേഹമാണ് ഉയർത്തുന്നത്. തങ്ങളുടെ ആക്രമണത്തെ ന്യായീകരിക്കുവാൻ ഈ പ്രിൻസിപ്പാളും അധ്യാപകനും BJP-കാരാണെന്ന് കൂടി പറഞ്ഞതോടെ കരുതിക്കൂട്ടി നടത്തിയ അക്രമമാണ് നടന്നതെന്നും കരുതിപ്പോകും. കേരളത്തിലെ ക്യാമ്പസുകളിൽ അധ്യാപകർ പോലും സുരക്ഷിതരല്ലത്രേ. കേരളത്തിലെ ക്യാമ്പസുകളിൽ പലയിടത്തും ഇടിമുറികൾ ഉണ്ടെന്നും അവിടെ അധ്യാപകർ വിദ്യാർത്ഥികളെ മർദ്ദിച്ച് അവശരാക്കുന്നുണ്ടെന്നും ഭരണകക്ഷി വിദ്യാർത്ഥി സംഘടന ആക്ഷേപിക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പും അപമാനിക്കപ്പെടുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈഴവ സമുദായത്തിൽ നിന്നും വോട്ടുകൾ വൻതോതിൽ BJP-ക്ക് പോയി എന്ന കണ്ടെത്തലിന്റെ കൂടി പശ്ചാത്തലത്തിൽ കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ SFI താണ്ഡവത്തെ വിലയിരുത്തുന്നുണ്ട്. 2014-ൽ SNDP യോഗം ആരംഭിച്ച കോളേജാണത്. CPM-ൽ നിന്നും BJP-യിലേക്ക് ഒഴുകുന്ന ഈഴവ സമുദായത്തെ ഭയപ്പെടുത്തി കൂടെ നിർത്താനുള്ള പാർട്ടിയുടെ നീക്കത്തിന്റെ പ്രതിഫലമാണ് ഈ സംഘർഷം എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. കോളേജുകൾ സംരക്ഷിക്കുന്നതിനായി SNDP മാനേജ്മെന്റ് സർക്കാരിന്റെയും പാർട്ടിയുടെയും സഹായം തേടിയെത്തുമെന്നും അങ്ങനെ അനുരഞ്ജന സാധ്യത ഉണ്ടാക്കാമെന്നും CPM കരുതുകയാവാം. ജൂലൈ 1-ന് ഉണ്ടായ ആക്രമണം സംബന്ധിച്ച മാനേജ്മെന്റിന്റെ പ്രതികരണം ജൂലൈ 3-നും വന്നിട്ടില്ല. ഈഴവ സമൂഹത്തിൽ നിന്നും CPM വിട്ടവരാരും തന്നെ SNDP പറഞ്ഞിട്ടല്ല പോയത് എന്ന് മനസ്സിലാകാത്തതാണ് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നതിലും പിന്നിലുള്ള വികാരം. സർക്കാരിന്റെ മുസ്ലിം പ്രീണന നയമാണ് ചില സമുദായങ്ങളെ വല്ലാതെ വെറുപ്പിച്ചത് എന്നതാണ് സത്യം. ഇത്തരം കലാപങ്ങൾ കൂടുതൽ ജനങ്ങളെ CPM വിരുദ്ധരാക്കുകയാവും ഫലം. കൊയിലാണ്ടിയിലെ ഗുരുദേവ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കറിനെ കോളേജിലെ വിദ്യാർത്ഥി പോലുമല്ലാത്ത SFI നേതാവ് ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും പ്രചരിക്കുന്നുണ്ട്. SFI നേതാക്കൾ ആക്രമിക്കുന്ന വീഡിയോ ജൂലൈ 2-ന് തന്നെ പുറത്തു വന്നു. പ്രിൻസിപ്പാളിന്റെ കർണത്ത് അടിക്കുന്നതിന്റെ ചിത്രങ്ങളാണ് പ്രചരിക്കുന്നത്. ബദലായി SFI നേതാവിന്റെ കർണപടം അടിച്ചു പൊട്ടിക്കുന്നതിന്റേതായി SFI പുറത്തുവിട്ട വീഡിയോയിൽ അത്തരം ഒരു ദൃശ്യം കാണാനുമില്ല. അടിയേറ്റ പ്രിൻസിപ്പാളിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് പോലും SFI-ക്കാർ തടഞ്ഞു. അവസാനം അധ്യാപകർ സംഘടിച്ചാണ് പ്രിൻസിപ്പാളിനെ കൊയിലാണ്ടി ആശുപത്രിയിൽ എത്തിച്ചത്. വിദ്യാർത്ഥിക്കെതിരെ പ്രിൻസിപ്പാളും പ്രിൻസിപ്പാളിനെതിരെ വിദ്യാർത്ഥികളും പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് വളരെ നിസ്സംഗമായാണ് പെരുമാറുന്നത്. ജൂലൈ 3 വരെ പ്രിൻസിപ്പാളിന്റെ മൊഴി പോലും എടുത്തിട്ടില്ല. സ്റ്റാഫ് സെക്രട്ടറി KP രമേശ് തങ്ങളെ ആക്രമിച്ചു എന്നും അവർ പരാതി പറഞ്ഞു. അത് പിന്നെ അധികം ഊതി വീർപ്പിച്ചില്ല. കാരണം ഒരു SFI നേതാവിന്റെ അച്ഛനാണ് KP രമേശ്. അദ്ദേഹത്തിന്റെ മകൻ ഒരു കോളേജിൽ SFI-യുടെ ചെയർമാൻ ആയിരുന്നു. പ്രിൻസിപ്പാളും കൂട്ടരും BJP-കാരാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം കാണിച്ചു തരിക കൂടിയായിരുന്നു രമേശ്. ഞങ്ങൾ കുട്ടികളുടെ നന്മ മാത്രം നോക്കുന്ന അധ്യാപകരാണ്, അദ്ദേഹം ചാനൽ ചർച്ചയിൽ വിശദീകരിച്ചു. SFI നേതാവിനെ മർദ്ദിച്ച അധ്യാപകൻ ഇനി 2 കാലിൽ കോളേജിൽ കയറില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള കഴിവ് SFI-ക്ക് ഉണ്ട്. പ്രിൻസിപ്പാളിനെ അടിച്ച് ആശുപത്രിയിലാക്കുവാൻ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ തീരുമാനിച്ചാൽ അത് ചെയ്യും. പ്രതിഷേധ മാർച്ചിൽ ഉയർത്തപ്പെട്ട ഇത്തരം കൊലവിളികൾക്കെതിരെ കേസ് പോലും എടുത്തിട്ടില്ല. വേണ്ടി വന്നാൽ പ്രിൻസിപ്പാളിന്റെ നെഞ്ചത്ത് അടുപ്പുകൂട്ടും എന്നുവരെ പ്രതിഷേധ യോഗത്തിൽ SFI നേതാക്കൾ പറഞ്ഞു. പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കറിനെ ഇനി കോളേജിൽ പ്രവേശിപ്പിക്കില്ലെന്നാണ് വിദ്യാർത്ഥികൾ ഭീഷണി മുഴക്കുന്നത്. പണ്ടൊക്കെ ശല്യക്കാരായ വിദ്യാർത്ഥികളെ കുറിച്ച് മാനേജ്മെന്റ് ആണ് ഇങ്ങനെ പറഞ്ഞിരുന്നത്. പ്രിൻസിപ്പാളിന് കോളേജിൽ കയറാൻ വിദ്യാർത്ഥികളുടെ അനുവാദം വേണം പോലും. 4 വർഷ കോഴ്സിനുള്ള കുട്ടികൾ കോളേജിൽ ചേരാൻ എത്തുന്ന ദിവസം
കോളേജ് ഓഫീസിന് മുന്നിൽ ഹെൽപ്പ് ഡെസ്ക് ഇടുന്നത് സംബന്ധിച്ച തർക്കമാണ് ഈ സംഭവങ്ങളിലേക്ക് എത്തിയത്. സർവകലാശാല വഴി പ്രവേശനം തേടി സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുവാൻ കോളേജിൽ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് സഹായം കൊടുക്കാനാണ് ഹെൽപ്പ് ഡെസ്ക് എന്ന് ആർക്കും അറിയില്ല. പകരം വിദ്യാർത്ഥികളുടെ പേരും വിലാസവും ഫോൺ നമ്പറും വാങ്ങുകയാണ് ലക്ഷ്യം. അതിന് സൗകര്യം കൊടുക്കണമെന്ന് സർവകലാശാല നിയമത്തിലോ സർക്കാർ നിബന്ധനയിലോ ഇല്ല. ഹൈക്കോടതി വിധി അനുസരിച്ച് ക്യാമ്പസിൽ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന് പോലും തീരുമാനിക്കാനുള്ള അവകാശം പ്രിൻസിപ്പാളിനാണ്. ആ പ്രിൻസിപ്പാളിനെയാണ് വിദ്യാർത്ഥി സംഘടനക്കാർ അകത്തു കടക്കാൻ അനുവദിക്കില്ലെന്ന് പറയുന്നത്. SFIയുടെ പുറത്തു നിന്നുള്ള നേതാവ് BR അഭിനവ് വന്നപ്പോൾ പ്രിൻസിപ്പൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ വീഡിയോ കോൺഫറൻസിൽ സംബന്ധിക്കുകയായിരുന്നു. 10 മിനിറ്റ് നിൽക്കാൻ പറഞ്ഞതാണത്രേ പ്രശ്നമായത്. പ്രിൻസിപ്പാളിനെ കുടുക്കാൻ CPM ബോധപൂർവം കളി ആരംഭിച്ചു. പ്രിൻസിപ്പാളിനെതിരെ കോളേജിൽ പണ്ട് പഠിച്ചിരുന്ന ഒരു വനിതാ ഗസ്റ്റ് ലെക്ചറിൽ നിന്നും പരാതി വാങ്ങിച്ചു കഴിഞ്ഞു. ഇത്തരം കഥകൾ പലതും ഉണ്ടാകാം. SFIക്കാർ പറയുന്നത് പോലെ ചെയ്യാത്തവരും അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരുമായ പ്രിൻസിപ്പാൾമാർക്കെതിരെ ഇത്തരം നടപടികൾ സ്വീകരിച്ച് അവരെ ബുദ്ധിമുട്ടിക്കുക പതിവ് നടപടിയാണ്. സർക്കാർ കോളേജുകളിലെ പ്രിൻസിപ്പൽമാരാണെങ്കിൽ പെട്ടുപോവുകയും ചെയ്യും. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പാൾ ആയിരുന്ന ഡോക്ടർ M രമയാണ് ഒരു ഉദാഹരണം. SFIക്കാരുടെയും അവരുടെ പരാതിയെ തുടർന്ന് സർക്കാരിന്റെയും പീഡനത്തിന് ഇരയാകുന്ന അവർ പെൻഷൻ കിട്ടാൻ ഹൈക്കോടതിയിൽ കേസ് നടത്തുകയാണ്. 2023 മാർച്ച് 31 റിട്ടയർ ചെയ്യേണ്ട അവരെ 2023 ഫെബ്രുവരി 23 സർക്കാർ സ്ഥലം മാറ്റി. പ്രശ്നം SFIക്കാർ തന്നെ. 2023 ഫെബ്രുവരി 20 കോളേജിലെ ശുദ്ധജല പ്രശ്നത്തെക്കുറിച്ച് SFIക്കാർ പ്രിൻസിപ്പാളിനോട് പരാതി പറഞ്ഞു. അന്ന് തന്നെ വാട്ടർ ഫിൽട്ടർ ഫിറ്റ് ചെയ്യാൻ അവർ നിർദ്ദേശിച്ചു. ഫെബ്രുവരി 21 SFIക്കാർ അതേക്കുറിച്ച് ചോദിക്കുവാൻ ചെന്നു. താൻ ചെയ്ത കാര്യം പ്രിൻസിപ്പൽ അറിയിച്ചു. ഫെബ്രുവരി 23 പരാതി പറയാൻ ചെന്നവരെ പ്രിൻസിപ്പൽ പൂട്ടിയിട്ടു എന്നാണ് SFIക്കാർ പരാതിപ്പെട്ടത്. 23 വാസ്തവത്തിൽ രാവിലെ 10:30 മുതൽ 2 വരെ പ്രിൻസിപ്പലിനെ ഓഫീസിൽ തടഞ്ഞു വെക്കുകയായിരുന്നു. ബാത്റൂമിൽ പോലും പോകാൻ അനുവദിച്ചില്ല. അത് SFIയുടെ വിപ്ലവ സമരത്തിന്റെ ഭാഗമാണ്. 2017 കേരള സർവകലാശാലയിലെ സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടർ T വിജയലക്ഷ്മി SFI നേതാക്കൾ കൊടുത്ത ബില്ലിലെല്ലാം ഒപ്പിട്ട് കൊടുക്കാതിരുന്നതിന് അവരെ ഓഫീസിൽ തടഞ്ഞതും ഇങ്ങനെ തന്നെ. ആ സംഭവത്തിൽ ഇപ്പോൾ രാജ്യസഭാംഗമായ AA റഹീം അടക്കമുള്ള നേതാക്കൾക്കെതിരായ കേസ് കോടതിയിലാണ്. വനിതകളോട് സഭ്യമായി പെരുമാറേണ്ടതിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന CPM പണ്ഡിതരുടെ കർമ്മശൈലി അങ്ങനെയാണ്. പെൺകുട്ടികൾ പ്രിൻസിപ്പാളിനെ ഉപദ്രവിക്കുവാൻ നോക്കിയപ്പോൾ പോലീസ് ഇടപെട്ടു. അവരെ രക്ഷിച്ചു കൊണ്ടുപോയി. പ്രിൻസിപ്പാളിന്റെ മനുഷ്യാവകാശം ലംഘിച്ചതിന് മനുഷ്യാവകാശ കമ്മീഷനോ വനിതാ കമ്മീഷനോ ഒന്നും ഇടപെട്ടില്ലെന്ന് മാത്രമല്ല, SFIക്കാരുടെ പരാതിയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു അന്ന് തന്നെ നടപടിയെടുത്തു. ഇത്തരം സംവിധാനങ്ങളൊന്നും CPM പ്രവർത്തകർ നടത്തുന്ന അക്രമങ്ങളിൽ കാണാറില്ല. ഡോക്ടർ രമയെ പ്രിൻസിപ്പൽ പദവിയിൽ നിന്നും മാറ്റി അസോസിയേറ്റ് പ്രൊഫസർ AL അനന്തപത്മനാഭന് പ്രിൻസിപ്പാളിന്റെ ചുമതല കൊടുത്തു. രമ ഇനി ക്യാമ്പസിൽ കയറില്ല എന്ന് SFIയുടെ പ്രഖ്യാപനം നടപ്പായി. ഇതിനിടയിൽ SFI വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നും മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നുണ്ടെന്നും ഇവിടെ പഠിക്കാത്ത യുവാക്കൾ വരെ കോളേജിലെത്തി കോളേജ് കേന്ദ്രീകരിച്ച് കുറ്റകൃത്യങ്ങൾ നടത്തുന്നു, മുൻ വിദ്യാർത്ഥികൾ കോളേജിൽ സ്ഥിരമായി വരുന്നുണ്ടെന്നും രമ ഒരു ഇന്റർനെറ്റ് പോർട്ടലിന് കൊടുത്ത അഭിമുഖത്തിൽ ആരോപിച്ചു. പ്രിൻസിപ്പൽ ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാതെ പ്രിൻസിപ്പലിനെതിരെ അച്ചടക്ക നടപടിക്കായി സർക്കാർ നീക്കം. അവരുടെ അഭിമുഖം കോളേജിന്റെ അന്തസ്സ് കെടുത്തിയെന്ന് സർക്കാർ തന്നെ ആരോപിച്ചു. SFI യൂണിറ്റ് സെക്രട്ടറി ആവശ്യപ്പെട്ടതനുസരിച്ച് കൊളീജിയേറ്റ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ സുനിൽ P. ജോൺ ചെയർമാനായി അവർക്കെതിരെ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. കോളേജിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളെയും കുറിച്ചല്ല താൻ പറഞ്ഞതെന്നും തന്റെ മകൾ വരെ അവിടെ പഠിക്കുന്നുണ്ടെന്നും രമ അന്വേഷണ കമ്മീഷനെ ധരിപ്പിച്ചു. എന്നിട്ടും CPM വിലാസം കമ്മീഷൻ അവരെ സ്ഥലം മാറ്റുവാൻ ശുപാർശ ചെയ്തു. അങ്ങനെ 2023 മാർച്ച് 31 റിട്ടയർ ചെയ്യേണ്ട അവരെ എല്ലാ നിബന്ധനകളും ലംഘിച്ച് 200 കിലോമീറ്റർ അകലെ കൊടുവള്ളിക്ക് മാറ്റി. ഇതെല്ലാമാണ് ഇപ്പോൾ നടക്കുന്ന ഇടതുപക്ഷ തൊഴിൽ സംസ്കാരം. ഡോക്ടർ രമയെ വിദ്യാർത്ഥികൾ വിട്ടില്ല. സുനിൽ ഭാസ്കറിനെതിരെ കൊണ്ടുവന്നതുപോലെ പരാതികൾ കൊണ്ടുവരികയായി.
2022 ഓഗസ്റ്റ് 22 ഒരു വിദ്യാർത്ഥിക്ക് പ്രവേശനം നിഷേധിച്ചതിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി അച്ഛനെ കൊണ്ടുവരാതിരുന്നതുകൊണ്ടാണ് ആ കുട്ടിക്ക് അന്ന് പ്രവേശനം നിഷേധിച്ചത്. സർക്കാർ നിബന്ധന പ്രകാരം രൂപം കൊണ്ടിട്ടുള്ള PTA ആണ് അഡ്മിഷന് വരുന്ന കുട്ടി പിതാവിനെ കൊണ്ടുവരണം എന്ന നിബന്ധന വിട്ടിരിക്കുന്നതെന്ന് പ്രിൻസിപ്പൽ വിശദീകരിച്ചു. ഏതായാലും രമയ്ക്ക് റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളെല്ലാം സർക്കാർ നിഷേധിച്ചു. പെൻഷൻ കിട്ടാതെ വരുത്തുന്നു. റിട്ടയർ ചെയ്ത അന്ന് വകുപ്പ് തല കുറ്റപത്രം കൊടുത്തു. സർക്കാരിന്റെ ഓരോ തീരുമാനവും ഹൈക്കോടതി റദ്ദാക്കി. സർക്കാർ സമീപനത്തെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചു. SFIക്കാർക്ക് വേണ്ടി സർക്കാർ വാദിക്കുന്നത് എന്തിന് എന്ന് കോടതി ചോദിച്ചു. അതുകൊണ്ട് പൊതുപണം ഉപയോഗിച്ച് കേസ് നടത്തുന്ന സർക്കാരിനെന്ത്? അത് പാഴാക്കുന്ന SFIക്ക് എന്ത്? പാവം അധ്യാപികയ്ക്ക് മാത്രം ഭാരം. ഇതാണ് CPM തൊഴിലാളി സ്നേഹത്തിന്റെ മുഖം. മുതലാളിമാർക്ക് കാണിച്ചു കൊടുക്കുന്ന മാതൃക. രമയുടെ അനുഭവം സുനിൽ ഭാസ്കറിന് ഉണ്ടാകണമെന്നില്ല. കാരണം കോളേജിന്റെ മാനേജ്മെന്റ് SNDPയുടേതാണല്ലോ. SFIക്കാർ പറയുന്നത് കേട്ട് പ്രിൻസിപ്പാളിനെ അവർ മാറ്റുമോ? കഴിഞ്ഞ ഏതാനും കാലമായി എല്ലാ വർഷവും ഇത്തരം ഒരു ഗുരുനിന്ദയെങ്കിലും നടത്തി SFI അവരുടെ തനിനിറം കാണിക്കാറുണ്ട്. 2016 മാർച്ച് 31 പാലക്കാട് വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ TN സരസുവിന്റെ റിട്ടയർമെന്റ് ദിനത്തിൽ അവരുടെ ഓഫീസിന് മുന്നിൽ ശവകുടീരം ഉണ്ടാക്കി റീത്ത് വെച്ചു. ഇടതുപക്ഷ അധ്യാപക സംഘടനാ പ്രവർത്തകയായിരുന്ന അവർ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി ആലത്തൂരിൽ മത്സരിച്ചു. 1 ലക്ഷത്തിലധികം വോട്ട് നേടി വൻ പ്രകടനം കാഴ്ചവെച്ചു. SFIക്കാർ പറയുന്നത് അനുസരിക്കാത്ത പ്രിൻസിപ്പാൾമാർക്ക് സർക്കാർ കോളേജുകളിൽ പ്രവർത്തിക്കുവാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഉള്ളത്. വിക്ടോറിയ കോളേജിൽ പ്രിൻസിപ്പളായി എത്തിയ ദിനം മുതൽ SFIക്കാർ തന്നെ ഉപദ്രവിക്കുകയായിരുന്നുവെന്ന് സരസു പറഞ്ഞു. രാത്രി 9 ശേഷം വിദ്യാർത്ഥികളുടെ വാഹനം പാടില്ലെന്ന് കോടതിയുടെ ഉത്തരവ് നടപ്പാക്കിയതും പുറത്തുനിന്നുള്ള പരിശീലകർ രാത്രി കോളേജ് ക്യാമ്പസിൽ താമസിക്കുന്നത് വിലക്കി. കോളേജിന് മുന്നിൽ സ്റ്റുഡൻസ് അമ്യൂണിറ്റീസ് സെന്റർ ഉണ്ടാക്കുവാനുള്ള നീക്കം തടഞ്ഞതും SFIക്കാർക്ക് പിടിച്ചില്ല. പ്രിൻസിപ്പാളിന്റെ കാർ പതിവനുസരിച്ച് കോളേജിന്റെ പോർച്ചിൽ കാർ പാർക്ക് ചെയ്തതിനെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു SFIയുടെ തുടക്കം. കാറിൽ നിന്നിറങ്ങിയ തന്നോട് എന്തേ നോ പാർക്കിംഗ് ഏരിയയിൽ കാർ ഇട്ടു എന്ന് ചോദിച്ച് ഒരു വിദ്യാർത്ഥി മുന്നോട്ട് വന്നു. അന്ന് തന്നെ നോ പാർക്കിംഗ് ഏരിയ എന്ന ബോർഡ് ഉള്ളിടത്ത് തന്റെ കാർ കിടക്കുന്നതിന്റെ പടം ഫേസ്ബുക്കിൽ ഇട്ടു. തലസ്ഥാനത്തെ സെക്രട്ടേറിയറ്റിൽ നോ പാർക്കിംഗ് ബോർഡ് ഉള്ളിടത്ത് ആരുടെ കാറാണ് കിടക്കുന്നത് എന്ന് SFIക്കാർ കണ്ടില്ലായിരിക്കും. തനിക്കെതിരെ ഇടതുപക്ഷ അധ്യാപക സംഘടനയായ AKPCTA അപവാദ പ്രചരണം ആരംഭിച്ചു. താൻ കോൺഗ്രസുകാരിയാണ്, കോളേജിനെ സ്വയം ഭരണ സ്ഥാപനമാക്കുവാനായിട്ട് തന്നെ കൊണ്ടുവരികയാണ് എന്നെല്ലാമായിരുന്നു പ്രചരണം. എന്റെ ഭർത്താവ് ഇടത് അനുഭാവിയാണ്, അവർ പറഞ്ഞു. കഴിഞ്ഞ ജനുവരിയിൽ കോളേജിലെ 70 പേ ബില്ലുകൾ തകരാറിലാക്കി. ഇടത് സംഘടനക്കാരനായ ഒരു ജീവനക്കാരൻ മനഃപൂർവ്വം കാണിച്ച പിശകാണ് കാരണമായത്. തിരുത്താൻ പറഞ്ഞിട്ടും ചെയ്തില്ല. ശമ്പളം വൈകി. അവസാനം അധ്യാപകർ ക്യാമ്പസിൽ പ്രകടനം നടത്തി. ഫെബ്രുവരിയിൽ 14 അധ്യാപകരുടെ ശമ്പള ബില്ലിലും പ്രശ്നമായി. അതും ജീവനക്കാരന്റെ അശ്രദ്ധ കൊണ്ട് ഉണ്ടായതാണ്. എന്നിട്ടും അധ്യാപകർ ഓഫീസിൽ സമരം ചെയ്തു. അധികൃതരുടെ നിർദ്ദേശപ്രകാരം പോലീസിൽ കേസ് കൊടുത്തു. തന്റെ മുൻഗാമി അവധിയിൽ പോവുകയായിരുന്നു. തനിക്ക് കോളേജിൽ തന്നെ സേവനം പൂർത്തിയാക്കണമെന്ന് ഉണ്ടായിരുന്നു. അതിന് പരമാവധി സഹിച്ചു. വിക്ടോറിയ കോളേജിൽ 26 വർഷത്തെ സേവനത്തെ തുടർന്ന് വിരമിച്ച ദിവസം പുലർച്ചെ 7 ഓഫീസിന് മുന്നിൽ റീത്ത് വെച്ച് വിദ്യാർത്ഥികൾ ആദരവ് പ്രകടിപ്പിച്ചു. കുഴിമാടം മഞ്ഞപ്പൂക്കൾ കൊണ്ടും റീത്ത് ചുവപ്പ് പൂക്കൾ കൊണ്ടും അലങ്കരിച്ചു. SFIക്കാർക്ക് ഒപ്പം AKPCTA അധ്യാപകർക്കും എതിരെ ടീച്ചർ നിയമ നടപടി ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വിദ്യാഭ്യാസ മന്ത്രി MA ബേബി സംഭവത്തെ ആർട്ട് ഇൻസ്റ്റലേഷനായി ചിത്രീകരിച്ചു. കുട്ടികൾക്ക് പാർട്ടിയുടെ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രശസ്തരായ EMS തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന TN ശേഷൻ, മെട്രോമാൻ E ശ്രീധരൻ, OV വിജയൻ തുടങ്ങിയവരുടെ കോളേജാണ് പാലക്കാട് വിക്ടോറിയ. ഗവർണറുടെ ഉത്തരവ് പ്രകാരം സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായ സിസ തോമസിനെ ഞെരുക്കുന്നതും ജനം കാണുന്നുണ്ട്. ഇത്തരം പീഡനങ്ങളും SFIയുടെ തേർവാഴ്ചകളും എങ്ങനെ ചിലരെ BJPക്കാരാക്കുന്നു എന്നതിന്റെ സാക്ഷ്യമാണ് സരസു ടീച്ചർ.
2017 ജനുവരി 19 മഹാരാജാസിലെ പ്രിൻസിപ്പലിന്റെ കസേര ഓഫീസിന് പുറത്തെടുത്തിട്ട് SFIക്കാർ കത്തിച്ചു. 137 അധ്യാപകർ ഒപ്പിട്ട നിവേദനത്തിൽ ഈ നടപടിയെ അവർ രൂക്ഷമായി അപലപിച്ചു. ബീനയും വിദ്യാർത്ഥികളുടെ രീതികളെ അപലപിച്ചതാണ് വിഷയമായത്. വിദ്യാർത്ഥികൾക്കെതിരെ സംസാരിച്ചു. പല പെൺകുട്ടികളും കോളേജിൽ വരുന്നത് ആൺകുട്ടികളുമായി കറങ്ങാനാണ് എന്ന് അവർ പരിഹസിച്ചു. അതോടെ SFIക്കാർ ഇളകി. ബീനയ്ക്ക് ഓഫീസിൽ പോകാനാവുന്നില്ല. അവസാനം പ്രിൻസിപ്പൽ ബീന അവധിയിൽ പോയി. ഇത്തരം ഗുരുനിന്ദകൾക്കെല്ലാം ഒത്താശ ചെയ്തു കൊടുക്കുന്ന പാർട്ടിയായി CPM മാറുന്നു. ആ മനോഭാവം ഏറെ പേരെ അസ്വസ്ഥരാക്കുന്നുണ്ട്. CPM വിരുദ്ധരും CPMന്റെ മുസ്ലിം പ്രീണനം മൂലം CPMലെ തന്നെ അണികൾ ഇളകുന്ന കാര്യം മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ പരിഹസിച്ചവർ ലോക്സഭ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അപകടം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വെള്ളം ഒഴുകിപ്പോയ ശേഷം ചിറകെട്ടുന്നത് കൊണ്ട് ഫലമില്ലല്ലോ. കൊയിലാണ്ടിയിൽ അടഞ്ഞുകിടക്കുന്ന കോളേജിലേക്ക് സമരം ചെയ്ത SFIക്കാർക്ക് പോലീസ് ബാരിക്കേഡ് മറികടന്ന് കോളേജിൽ കുത്തിയിരിപ്പ് നടത്താനായി. ഇത് പോലീസിന്റെ നിഷ്പക്ഷതയുടെ മറ്റൊരു മുഖം. മോദിയെക്കുറിച്ച് CPM ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളെല്ലാം ഭരണത്തിൽ നടപ്പാക്കുകയാണ് പിണറായി. കേരളത്തിലെ കോളേജുകളിൽ ഇടിമുറികൾ ഉണ്ടെന്ന് SFIക്കാരും സമ്മതിക്കുന്നു. അതിനെ അപലപിക്കുകയും ചെയ്യുന്നു. 2017 നെഹ്റു കോളേജിലെ വിദ്യാർത്ഥി ജിഷ്ണു എന്ന 18 വയസ്സുള്ള SFIക്കാരൻ കോളേജ് ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടു. മാനേജ്മെന്റിന്റെ ഇടിമുറിയിൽ കൊണ്ടുപോയി കൈകാര്യം ചെയ്തെന്ന് അക്കാലത്ത് പ്രചരണമുണ്ടായിരുന്നു. പക്ഷെ CBI പോലും ആ ആക്ഷേപം തള്ളി. കോപ്പിയടിക്കാത്ത ജിഷ്ണു കോപ്പിയടിച്ചെന്ന് അധ്യാപകൻ എഴുതി മേടിച്ചതായുള്ള സങ്കടം കൊണ്ട് സ്വയം മരിക്കുകയായിരുന്നു എന്നാണ് CBI കണ്ടെത്തിയത്. മറ്റുള്ളവർ ഇടിമുറി നടത്തുന്നതിനെ മാത്രമാണോ അപലപിക്കുക എന്നതാണ് വിഷയം. കേരള സർവകലാശാല യുവജനോത്സവത്തിൽ മാർഗംകളി ജഡ്ജിയായി വന്ന ഷാജി എന്ന കലാകാരൻ ആത്മഹത്യ ചെയ്തത് തിരുവനന്തപുരത്തെ SFIയുടെ ഇടിമുറി അനുഭവം ലഭിച്ചതുകൊണ്ടാണെന്ന് അക്കാലത്ത് പ്രചരണമുണ്ടായിരുന്നു. അതൊന്നും ആരും അന്വേഷിച്ചതായി കേട്ടിട്ടില്ല. കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ജൂലൈ 3 തലസ്ഥാനത്ത് കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഒരു KSU പ്രവർത്തകൻ സാൻജോസിനെ SFIക്കാർ ഹോസ്റ്റൽ മുറിയിൽ ബന്ദിയാക്കി ആക്രമിച്ചു. സംഭവവും SFI ക്യാമ്പസിൽ അഴിച്ചുവിടുന്ന ആക്രമണങ്ങളുടെ ഏറ്റവും പുതിയ ഉദാഹരണമായി. SFIയുടെ അതിക്രമം അറിഞ്ഞ പാഞ്ഞെത്തിയ KSU കോൺഗ്രസ് നേതാക്കൾ പോലീസ് സഹായത്തോടെ പ്രവർത്തകനെ മോചിപ്പിച്ചു. കോൺഗ്രസ് പ്രവർത്തകരിൽ MLAമാരായ ചാണ്ടിയുമ്മൻ, വിൻസെന്റ് എന്നിവർ ഉണ്ടായിരുന്നു. കോളേജിലെ ഇടിമുറിയിൽ SFIക്കാർ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന KSU പ്രവർത്തകനെ കോൺഗ്രസുകാർ എത്തി മോചിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ പൂക്കോട് ആവർത്തിക്കുമായിരുന്നു എന്നാണ് KSUക്കാർ പറയുന്നത്. SFIക്കാർ പറയുന്നത് അനുസരിക്കാത്ത ആർക്കും മർദ്ദനം കിട്ടുന്ന നിലയിലായിട്ടുണ്ട് ക്യാമ്പസുകളിൽ എന്ന ഭീതിയാണ് പരക്കുന്നത്. ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസ് നോക്കി നിൽക്കെ SFIക്കാർ കോൺഗ്രസ് MLA വിൻസെന്റിനെ ആക്രമിച്ചു. അക്രമം നേരിൽ കണ്ടിട്ടും പോലീസ് കേസെടുക്കുകയോ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തില്ല. നിയമസഭയിൽ അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം ഉയർത്തിയപ്പോഴും പതിവ് ന്യായീകരണമാണ് മുഖ്യമന്ത്രിയിൽ നിന്നും ഉണ്ടായത്. 2 MLAമാരെ പ്രതികളായി പോലീസ് കേസെടുത്തതിനെയും ന്യായീകരിച്ചു. നവകേരള സദസ്സിന് നേരെ പ്രതിഷേധം ഉയർത്തിയവരെ ഹെൽമറ്റ് കൊണ്ടും പൂച്ചട്ടി കൊണ്ടും അടിച്ചത് സംരക്ഷണ പ്രവർത്തനമായി ന്യായീകരിച്ച അതേ നടപടി KSU ക്യാമ്പസുകളിൽ ഇല്ലാതായത് എങ്ങനെ എന്ന് പരിശോധിക്കാനാണ് മുഖ്യമന്ത്രി ഉപദേശിച്ചത്. അതായത് പിണറായി സർക്കാർ ഉള്ളിടത്തോളം കാലം ഇതേ രീതിയിൽ SFI തുടരുമെന്ന്. പോലീസ് ഒത്താശ ഉണ്ടാകുമെന്നും പരിയാരം മെഡിക്കൽ കോളേജ് തെരഞ്ഞെടുപ്പ് ഫലം മുഖ്യമന്ത്രിക്കുള്ള മറുപടിയാണ്. അവിടെ 3 പ്രധാന സീറ്റിൽ SFIക്കെതിരെ മത്സരിക്കുവാൻ ആരും ധൈര്യം കാണിച്ചില്ല. എന്നാൽ മറ്റ് സീറ്റുകളിൽ മത്സരം നടന്നു. മത്സരം നടന്ന 12 സീറ്റും KSU MSF സഖ്യം പിടിച്ചു. വിദ്യാർത്ഥികളും ഭയത്തിൽ നിന്നും മോചിതരായി വരുന്നുണ്ട് എന്നറിയുക. പരാജയത്തെക്കുറിച്ച് CPM ജില്ലാ സമ്മേളനങ്ങളിൽ നടന്നതായി വരുന്ന വിലയിരുത്തലുകളിൽ കേട്ട സങ്കടങ്ങളിൽ ഒന്ന് SFIയിൽ അനഭിലഷണീയമായ പ്രവണതകൾ ശക്തമാകുന്നു എന്നും അത് പൊതു തെരഞ്ഞെടുപ്പിൽ ആപത്തുണ്ടാക്കിയെന്നും ആണ്. പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ കൊലപാതകം സംബന്ധിച്ച് SFIക്കെതിരെ ഉയർന്ന ആക്ഷേപങ്ങൾ പരാജയ കാരണമായി ചൂണ്ടിക്കാണിച്ചതായി വാർത്ത ഉണ്ടായിരുന്നു.
തിരുവനന്തപുരം ജില്ലയിലെ തോൽവിയെക്കുറിച്ച് നടത്തിയ വിലയിരുത്തലുകളെക്കുറിച്ച് വന്ന ചില കാര്യങ്ങൾ നിഷേധിച്ച് പത്രക്കുറിപ്പിറക്കിയ പാർട്ടി അത്തരം പത്രക്കുറിപ്പിറക്കാത്ത റിപ്പോർട്ടുകളിൽ ഒന്നിലാണ് SFIക്കാരുടെ അനഭിലഷണീയമായ പ്രവണതകളെക്കുറിച്ചുള്ള പരാമർശം ഉണ്ടായിരുന്നത്. കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ SFIക്കാർ കൈകാര്യം ചെയ്ത പ്രിൻസിപ്പൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൊലവിളിയുമായി SFI കോളേജിൽ അഴിഞ്ഞാടുന്നു. അതായത് തിരുത്താനല്ല, അനഭിലഷണീയമായത് തുടരാനാണ് പരിപാടി എന്ന് വ്യക്തം. എല്ലാം ജനം കാണുന്നുണ്ട്. ഇക്കൂട്ടരെ വരുതിക്ക് നിർത്താൻ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസിനും ആകുമോ എന്ന സന്ദേഹം ശക്തമായാൽ ജനം തൃശൂരിലെ പോലെ വല്ലാതെ മാറി ചിന്തിക്കും. അതുണ്ടാക്കുന്ന ഫലം എല്ലാ കണക്കുകൂട്ടലുകളിലും അപ്പുറമാവും. SFIയോട് കൂട്ടുകൂടുന്നവർക്കും അവർ കാണിക്കുന്ന ഗുരുനിന്ദയുടെ ഫലം കിട്ടാതിരിക്കില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച് പാർട്ടികൾ നടത്തിയ അവലോകനത്തിലെ വിമർശനങ്ങൾ ചോർന്നതിൽ CPM വല്ലാതെ അസ്വസ്ഥമാകുന്നു. ചോർന്നത് എങ്ങനെ എന്ന് അന്വേഷിക്കാനാണ് പാർട്ടിയുടെ ആലോചന. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടു വന്ന വാർത്തകൾ അവാസ്തവവും അടിസ്ഥാനരഹിതവുമാണ് എന്ന് പാർട്ടിക്ക് പ്രസ്താവന ഇറക്കേണ്ടി വന്നു. മുഖ്യമന്ത്രിക്കും സ്പീക്കർ ഷംസീറിനും BJPക്കാരുമായി അടുത്ത ബന്ധമുള്ള ഒരു മരുന്ന് നിർമ്മാണ കമ്പനി ഉടമയുമായുള്ള അടുത്ത ബന്ധത്തെക്കുറിച്ച് ഉയർന്നതായി പറയപ്പെടുന്ന ആക്ഷേപങ്ങളെ ഉദ്ദേശിച്ചാവണം ആരുടെയും പേര് പറഞ്ഞ് വിമർശിച്ചില്ല എന്ന് പാർട്ടി പറഞ്ഞത്. അമിത്ഷായുടെ മകൻ ജയ്ന്ത ഷായുടെ സുഹൃത്താണ് ഈ മരുന്ന് കമ്പനിക്കാരൻ എന്നാണ് തലസ്ഥാനത്തെ പാട്ട്. മുഖ്യമന്ത്രിയുടെ അടുക്കളയിൽ കയറാൻ വരെ സ്വാധീനമുള്ള ഒരു മുതലാളിയെക്കുറിച്ച് കരമന ഹരി എന്ന സഖാവ് കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞെന്നും യോഗ നടപടികൾ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന M സ്വരാജ് എന്ന സഖാവ് ആ മുതലാളിയുടെ പേര് പറയാൻ ഹരിയെ വെല്ലുവിളിച്ചതായും വാർത്ത വന്നിരുന്നു. അത് കേട്ട് ഒരു തമാശക്കാരൻ പറഞ്ഞത് സ്വരാജിനും ബന്ധപ്പെടാനാവും എന്നാണ്. അല്ലാതെ മുഖ്യമന്ത്രിയുടെ സുഹൃത്തിന്റെ പേര് ഹരി പറഞ്ഞതുകൊണ്ട് എന്ത് പ്രയോജനം? സ്വരാജിന് എന്ത് ചെയ്യാനാവും? VSനെ ഗളഹസ്തം ചെയ്യണമെന്ന് നിർദ്ദേശിച്ച പിണറായി ഭക്തി തെളിയിച്ച ധീരനാണ് സ്വരാജ്. ഈയിടെ ജനപ്രതിനിധികളാകുവാൻ തലയ്ക്ക് വെളിവുണ്ടാകണം എന്നുള്ള നിബന്ധന പോലും ഗവർണർ പദവി സംബന്ധിച്ചില്ലാത്തതിനെ അദ്ദേഹം പരിഹസിച്ചതും കൗതുകകരമായി. മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരെ വന്ന ആക്ഷേപങ്ങൾ മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് വിശദീകരിക്കാതിരുന്നതും വിഷയമായി. കേസിൽ കുടുങ്ങിയ മകനുമായി കോടിയേരിയെ പോലെ മകളുമായി അകലം പാലിക്കാത്തതും വിമർശിക്കപ്പെട്ടതായാണ് വാർത്ത. റിയാസും കടകംപള്ളിയും തമ്മിലുണ്ടായ വിവാദം സംബന്ധിച്ചും വിമർശനം ഉയർന്നു. തലസ്ഥാനത്തെ റോഡുകളുടെ ദുസ്ഥിതിയെക്കുറിച്ച് കടകംപള്ളി പറഞ്ഞത് ഏതോ കോൺട്രാക്ടർക്ക് വേണ്ടിയാണെന്ന മന്ത്രി റിയാസിന്റെ വിലയിരുത്തൽ പല സഖാക്കളെയും ക്ഷുഭിതരാക്കി. ഇതെല്ലാം നടന്നാലും ഇല്ലെങ്കിലും നടക്കേണ്ടവയാണ്. ഈഴവ സമുദായം ഇന്ന് അനുഭവിക്കുന്ന നേട്ടങ്ങളെല്ലാം CPM കാരണം ഉണ്ടായതാണെന്നും ഏതെങ്കിലും മതനേതാക്കൾ പറഞ്ഞു കേട്ട് വോട്ട് മാറ്റി ചെയ്താൽ ഫലം അനുഭവിക്കുമെന്നും സജി ചെറിയാൻ ഓർമ്മിപ്പിച്ചത് ഒരു സത്യം. ഇതിനോട് ആരും പ്രതികരിച്ചില്ല. എന്നാൽ 10ാം ക്ലാസ് പാസ്സായവരിൽ നല്ല ശതമാനത്തിനും എഴുത്തും വായനയും അറിയില്ല എന്ന സജിയുടെ പരാമർശം വലിയ വിവാദമായി. സജി പലതും പറഞ്ഞ് കുടുക്കിൽ പെട്ടിട്ടുള്ള ആളും കുടുക്കിൽപ്പെട്ട് കഴിയുമ്പോൾ തിരുത്തുന്നവരും ആണെന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്ക് പറയേണ്ടി വന്നു. കേരളത്തിലെ വിദ്യാഭ്യാസത്തിന് നല്ല നിലവാരം ഉണ്ടെന്നാണ് ശിവൻകുട്ടിയുടെ പക്ഷം. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ പോലും മറിച്ച് പറഞ്ഞിട്ടുണ്ട്. 99.99% വിജയം മന്ത്രി സജി ചെറിയാൻ ചൂണ്ടിക്കാണിച്ചു. ആരെങ്കിലും തോറ്റാൽ സർക്കാർ ഓഫീസുകളിലേക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധമാണ്. എല്ലാവരും ജയിക്കട്ടെ, കുറെ +1 സീറ്റുകൾ കൂടി അനുവദിക്കാം. എല്ലാവർക്കും A+ വിജയം കൊടുക്കുന്ന സർക്കാർ +1 സീറ്റുകളും കൊടുക്കണം, കുറെ നിയമനങ്ങളും. തലസ്ഥാനത്ത് ചങ്ങനാശ്ശേരി അതിരൂപത കത്തോലിക്ക കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് ധർണയിൽ പങ്കെടുത്ത് ക്രൈസ്തവരുടെ അവകാശങ്ങൾക്കു വേണ്ടി പരസ്യമായ നിലപാട് എടുക്കുവാൻ കോൺഗ്രസിലെ സണ്ണി ജോസഫ്, M വിൻസെന്റ്, റോജി M ജോൺ, സജീവ് ജോസഫ്, ചാണ്ടിയുമ്മൻ എന്നിവരും ഇടതുമുന്നണിയിലെ കേരള കോൺഗ്രസുകാരായ ജോബ് മൈക്കിൾ, സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എന്നിവരും പ്രതിപക്ഷ കേരള കോൺഗ്രസ് നേതാവായ
മോൻസ് ജോസഫും കാണിച്ച തന്റെ ഇടം പ്രശംസിക്കപ്പെടണം. ഇങ്ങനെ സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്കു വേണ്ടി നെഞ്ചുറപ്പോടെ നിൽക്കുന്നവരെ സഹായിക്കണം. ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി റിപ്പോർട്ട് പുറത്തുവിടുക. അതേക്കുറിച്ച് സഭാ സമൂഹങ്ങളുമായി ചർച്ച ചെയ്ത് നടപ്പിലാക്കുക. ജൂലൈ 3 പൊതു അവധി ദിനമാക്കുക. സീറോ മലബാർ സമൂഹത്തിന് ജിയോപാസി സ്കീം നടപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കത്തോലിക്ക കോൺഗ്രസ് ചങ്ങനാശ്ശേരി അതിരൂപതാ സമിതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തിയത്. തൃശൂരിൽ നടന്ന ധർണ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. ക്രൈസ്തവ സമൂഹത്തിന് ആരും കൈവശാവകാശം പറയേണ്ടതില്ലെന്ന് പിതാവ് ഓർമ്മിപ്പിച്ചു. ബെഞ്ചമിൻ കോശി റിപ്പോർട്ട് പുറത്തുവിടുക. അതേക്കുറിച്ച് സഭാ സമൂഹങ്ങളുമായി ചർച്ച ചെയ്ത് നടപ്പിലാക്കുക. ജൂലൈ 3 പൊതു അവധി ദിനമാക്കുക എന്നീ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നും പിതാവ് ആവശ്യപ്പെട്ടു. തൃശൂരിലെ ഏതാനും കത്തോലിക്കർ കാണിച്ച തന്റെ ഇടം എല്ലാ പാർട്ടിക്കാരുടെയും കണ്ണു തുറപ്പിച്ച മട്ടുണ്ട്. ഇല്ലെങ്കിൽ പണി പാളും എന്ന് പലർക്കും മനസ്സിലായി. കത്തോലിക്ക കോൺഗ്രസ് ഉന്നയിച്ച കാര്യങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ നിലപാട് വ്യക്തമാക്കണമെന്ന കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ ആവശ്യപ്പെട്ടു. സമുദായ താൽപര്യങ്ങൾ കൂടി സംരക്ഷിക്കുന്ന നേതാക്കളെ വിജയിപ്പിക്കുവാൻ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മുന്നിട്ടിറങ്ങണം അദ്ദേഹം സമുദായത്തോട് ആഹ്വാനം ചെയ്തു. കാലികമായ ആഹ്വാനമാണത്. ഇത്തരത്തിലുള്ള മുന്നേറ്റം സമുദായത്തെ ശക്തിപ്പെടുത്തും. കാലത്തിന്റെ ചുവരെഴുത്ത് വായിച്ച് സമൂഹം ഉണർന്നു തുടങ്ങി എന്ന് അർത്ഥം. മതമേലധ്യക്ഷന്മാരിലല്ല വിശ്വാസികളിൽ ശ്രദ്ധ ഊന്നണം എന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കൊടുത്ത ഉപദേശവും കാമ്പുള്ള നിരീക്ഷണം തന്നെയാണ്. കേരള സിവിൽ സർവീസ് അക്കാദമി മസ്കറ്റ് ഹോട്ടലിൽ ജൂലൈ 2 സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിൽ ഈശ്വര പ്രാർത്ഥനയ്ക്കായി എഴുന്നേൽക്കുവാൻ പറഞ്ഞത് ചടങ്ങിൽ മുഖ്യാതിഥിയായ മുഖ്യമന്ത്രിക്ക് പിടിച്ചില്ല. മതവിശ്വാസം ഉള്ളവരും ഇല്ലാത്തവരും ഉണ്ട്. ഹിന്ദുമതക്കാരിൽ എല്ലാവരും ഈശ്വരനിൽ വിശ്വസിക്കുന്നവരല്ല. ഭരണ നിർവഹണം നടത്തുമ്പോൾ രാജ്യത്തിന്റെ മൂല്യം മതനിരപേക്ഷതയാണ്. സിവിൽ സർവീസ് വിജയികൾ പ്രവർത്തിക്കേണ്ടത് ജനാധിപത്യത്തിലും മതനിരപേക്ഷതയിലും ഊന്നിയാകണം. ഭരണഘടന അനുസരിച്ചാവണം. ഇതെല്ലാം ശരിയാണെങ്കിലും ഭാരതം പോലെ ദൈവവിശ്വാസം ശക്തമായ ഒരു നാട്ടിൽ ഒരു ചടങ്ങ് തുടങ്ങും മുമ്പ് പ്രാർത്ഥന വേണ്ടേ എന്ന് പറയുന്നത് പൊതുബോധത്തിന് ഇഷ്ടപ്പെടില്ല. ആ ചടങ്ങിൽ അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, ജനങ്ങൾ ഭരിക്കപ്പെടേണ്ടവരല്ല, സേവിക്കപ്പെടേണ്ടവരാണ് എന്ന ബോധ്യം ഉണ്ടാകണം. അദ്ദേഹത്തിന് ആ ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ. ഷിലോഹിന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.